നിങ്ങൾക്ക് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ മടിയില്ലാത്ത വിഭാഗം മുജാഹിദുകളുടെ പേരിൽ മാത്രമല്ല, ആരുടെ പേരിലും കളവ് പറയും. കാരണം ഈ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തുനിന്ന് വീണാൽ അവസ്ഥ എന്താ അറിയോ? എവിടെയാണ് വീഴുന്നവർക്ക് അറിയില്ല. എവിടെയും പതിക്കാം. ചിലപ്പോ ചേറിൽ വീഴാം, ചിലപ്പോ കല്ലിന്റെ പുറത്ത് വീഴാം, മുള്ളിൽ വീഴാം, എവിടെയും വീഴാലോ എന്ന് പറഞ്ഞതുപോലെ ഇവർ പിടുത്തം വിട്ടുപോയി. അതുകൊണ്ട് പിന്നെ ആരുടെ പേരിലും പറയും. കേട്ടോ, ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇവിടെ പ്രസംഗിച്ച അതേ ആളുടെ ഉറ്റതോഴൻ പ്രസംഗിക്കുന്നത് കേട്ടു നോക്ക്. അദ്ദേഹം പറയുന്നത്, കണ്ടോ, ഈ ഹദീസ് അത്ര സഹീഹല്ലെങ്കിലും മായന സഹീഹാണ്. എന്തിനാണ് മുഹമ്മദ് സലീം ഇർഫാനി ഇങ്ങനെ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കണ്ടോ, കക്കുംപടിക്കാരനും തെറ്റിദ്ധരിപ്പിക്കാം, ഇർഫാനിയും തെറ്റിദ്ധരിപ്പിക്കാം. എല്ലാവർക്കും ട്രെയിനിങ് ആയത് ഉണ്ടോ? ഈ സമുദായത്തിൽ ആദ്യം നിങ്ങൾ ഇട്ട ചീട്ടായി ഈ സാധനം എന്ത്? ലൗലാക ലൗലാക ലമാ ഖലഖത്തുൽ അഫ്ലാക. രണ്ടു കൂട്ടരും അടിക്കും. മറ്റേ വിഭാഗം അടിക്കും. ഒരിക്കൽ അടിച്ചടിച്ച് അവസാനം പറഞ്ഞു വിശുദ്ധ ഖുദ്സിയായ ഹദീസ് എന്ന വിശുദ്ധ ഖുർആൻ വീഖു എന്ന് കുത്തിട്ട് എഴുതി. കാരണം അടിച്ചവനക്ക് അറിയില്ല ഈ സാധനം എന്താണെന്ന്. കാരണം എന്തും അടിക്കാലോ. അവനങ്ങ് അടിച്ചോട്ട് വീഖൂന്ന്. ചോദ്യം വന്നു, അല്ല മക്കളെ, വീഖു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലേ? അപ്പൊ ഒരാൾ മറുപടി പറഞ്ഞു, അല്ല, വീഖു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുദ്സിയായ ഹദീസ് എന്ന്. കേരളക്കാരെ ആദ്യം കേട്ട സംഭവമാണത്. വേറൊരാൾ പറഞ്ഞു, അല്ലേ, ആ ഹദീസ് ദുർബലാണ് എന്ന്. ഇദ്ദേഹം പറയുന്നു, അതേ, ദുർബലമായ ഹദീസാണ് ആ സാധനം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാ. അതേ പ്രവാചകന്റെ പേരിൽ പച്ചപ്പൊള്ള് ലൗലാക ലൗലാക ലമാ ഖലഖത്തുൽ അഫ്ലാക്. നബിയെ അങ്ങേ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ നാം പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ വാചകം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട്. എന്താണെന്നറിയോ? ഔലിയാക്കന്മാര് മുഴുവനും നൂറാണ്. ആ നൂറ് പ്രവാചകന്റെ നൂറാണ്. ആ പ്രവാചകന്റെ നൂറ് ഇഖ്തിബാസും മിൻ നൂറില്ല, അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് പഠിച്ചതാണ്. കണ്ടോ, കളവിന്റെ പോക്കേ ഈ സാധനം ഇവിടെ നിൽക്കൂല. ഇത് എന്തിനാ പറയുന്നത്? ഷെയ്ഖിനെയും മുരീദിനെയും വിശദീകരിക്കുക. കാരണം ആകെ നിക്കക്കള്ളില്ലാതായിരിക്കുന്നത്. ഏത് ഷെയ്ഖാ ശരി, ഏത് മുരീദാ ശരി എന്ന് പറയാൻ കഴിയണില്ല. ഇപ്പൊ എല്ലാരും നെട്ടോട്ടാ ഷെയ്ഖിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ഷെയ്ഖിന് എന്തൊക്കെ അലാമത്തുകൾ ഉണ്ടാകും, മുരീദിന് എന്തൊക്കെ അലാമത്തുകൾ ഉണ്ടാകും, ഏതൊക്കെ അലാമത്തിൽ വന്നാൽ അതായത് കള്ളത്തൊരീഖത്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുക ഈ പാവങ്ങള്. കണ്ടോ നിങ്ങള്, ഈ സമുദായത്തിന്റെ ഒരു ദുര്യോഗം നോക്ക്. മുജാഹിദുകൾക്ക് പറയേണ്ടി വന്നിട്ടില്ല, ഈ ഉമ്മത്തിലെ ആളുകൾക്ക് പറയേണ്ടി വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമല്ല. പിന്നല്ലേ ഇത് പറയല്? അബ്ദാലും ഔതാദും ഗൗസും ഖുതുബും അബ്ജദലും എന്തൊക്കെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഈ സമുദായത്തിന്റെ പേരിൽ. എന്നിട്ട് അതിനൊക്കെ ഓരോ അലാമത്തുകൾ. ആരാ ഇത് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലോ? ഉണ്ടോ? ഏതാ ഹദീസ്? ഏതാ ആയത്ത്? ഇല്ലില്ല, ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ പ്രകാശം അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്തതാണെന്നല്ലേ? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആശയം? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആശയം? കണ്ടോ ഈ സാധനം? ഈ സാധനം മൗലിദുർ റസൂൽ എന്ന പേരിൽ ഷീഇകൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകമാണ്. ഷിയാക്കളുടെ മൗലിദ് കിതാബ് എന്റെ കയ്യിരിക്കുന്നത്. സുന്നികളുടേതല്ല. സുന്നികൾ എന്ന് ഞാൻ പറഞ്ഞാൽ സമസ്തക്കാരുടേതല്ല. മനസ്സിലായോ? ഇത് ഷീഇകളുടെ മൗലിദ് കിതാബാണ്. എന്താ ഇതിന്റെ പേര്? മൗലിദുർ റസൂലിൽ അഅ്ലം കിതാബുൻ. കിതാബ് ഇതൊരു ഗ്രന്ഥമാണ്. എന്താ ഈ സാധനം? എന്തിനാണെന്നറിയോ? ലിയഖറഅ ഫീ മുനാസബാത്തി സിവാജ് വൽ അഫ്റാഹ് വ മൗലിദുർ റസൂലിൽ അഅ്ലം. എവിടൊക്കെ ഓതണം ഇത്? എവിടൊക്കെ ഓതണം? എവിടൊക്കെ ഓതാനാ ഷിയാക്കൾ ഇത് പറഞ്ഞത്? കേരളത്തിൽ പറഞ്ഞല്ലോ ഒരാള്, എന്ത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദൊക്കെ വീട്ടിൽ ഓതണമെന്ന് ഒരാൾ പറഞ്ഞില്ലേ? ഷിയാക്കൾ പറയാൻ എവിടെ ഓതണം?
കല്യാണ ദിവസം നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? ആ കല്യാണ ആഘോഷത്തിൽ ഓതണം. കഴിഞ്ഞില്ല, പിന്നെയോ സന്തോഷം ഉണ്ടാകുമ്പോഴൊക്കെ ഓതണം. പിന്നെ ജന്മദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിലും ഓതണം. ഈ സാധനം ഷിയാക്കൾ ഇറക്കി. ആരാ എഴുതിയത്? മുല്ല യാസിൻ മുല്ല അഹ്മദ്, അദ്ദേഹം എഴുതിയതാ. വേറെ പോണ്ട, ബഹ്റൈനിലെ പ്രധാനപ്പെട്ട ഒരു ഷിയാ നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹം എഴുതിയ മൗലിദ് കിതാബ്, ഇദ്ദേഹത്തെ സ്വന്തം വാചകമൊന്നും അല്ല കേട്ടോ, കഴിഞ്ഞുപോയ ഷീഈ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്ന് അടർത്തിയെടുത്തുണ്ടാക്കിയ ഒരു ഗ്രന്ഥ സമാഹാരമാണ് ഈ മൗലിദ്. കണ്ടോ, ഈ മൗലിദിന്റെ തുടക്കം നോക്ക്. ബദ്ഉ ഖൽഖി നൂരി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം ഉണ്ടോ? എവിടുന്നാ ഉണ്ടാക്കിയത്? ഇനി ഇങ്ങോട്ട് വായിച്ചു പോന്നാൽ മങ്കൂസ്, ജഅല, ബർദഞ്ചി തുടങ്ങിയ മൗലിദുകളിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള നൂറി കഥകളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നു, ആ 100 കഥയുണ്ടല്ലോ, ഖസസുൻ നൂർ, ആ സാധനം ഇഖ്തിബാസും മിൻ ഖസസി ശീഅ, ശീഇകളുടെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന്, കഥകളിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്ത സാധനമാണെന്നാ പറഞ്ഞ മതി. കണ്ടോ, പ്രവാചകന്റെ പേരിൽ പച്ച പൊള്ളങ്ങ് പറയാ അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശാണ് എന്ന് ഇവരെ മൗലിദ് കിതാബിലുണ്ടല്ലോ. അത് എന്താ പ്രകാശം എന്ന് പറഞ്ഞാ? നിങ്ങൾ മുജാഹിദ് പ്രകാശമില്ല, പ്രകാശം അംഗീകരിക്കൂല അല്ലേ? അംഗീകരിക്കും മുജാഹിദ്. എങ്ങനെ അംഗീകരിക്കും? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, സിറാജം മുനീറാ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശപൂരിതമാണ്, പ്രോജ്വല പ്രഭ ഉതിർക്കുന്ന ഒരു ദീപമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആശയവും ആദർശവും, പ്രവാചകന്റെ ആ സുന്ദരമായ ആശയം ഈ ലോകത്തെ മുഴുവനും ദീപ്തമാക്കുന്നതാണെന്നും, അതോടൊപ്പം തന്നെ ആ ആദർശം കാരണം ആദർശത്തിന്റെ മുഴുവൻ ശത്രുക്കളും അതിന്റെ പ്രകാശത്താൽ, അതിന്റെ ചൂടിനാൽ വെന്തുവെണ്ണീറായി പോകുമെന്നുമാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാതെ ഇന്ന ബൈതൽ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ലിലാ സുറുജി, വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ എന്ന ട്യൂബ് ലൈറ്റ് അല്ല. ഉണ്ടോ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും വീട്ടിൽ താമസിച്ചാൽ പിന്നെ അവിടെ വിളക്ക് വേണ്ട. ഓ സമുദായമേ, എന്ത് ദുര്യോഗമായി സമുദായത്തിന് പറ്റിയത്! ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും പ്രവാചകനും കൂടി വീട്ടിലിരിക്കുന്ന സമയം, കേൾക്കണേ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഞാനും പ്രവാചകനും കൂടി വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് വീട്ടിലെ വിളക്കങ്ങ് കെട്ടുപോയി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആയിഷ ബി പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ, വിളക്ക് കെട്ടതിന്റെ പേരിൽ അങ്ങ് എന്തിനാണ് ഇസ്തിർജാ ചെയ്തത്? കണ്ടോ, എന്തിനാണ് നബി അങ്ങ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞത്? അതൊരു മുസീബത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കണ്ടോ, ഒരു മുസീബത്താണ് വിളക്ക് കെട്ട് പോണത് പോലും. കണ്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് നബിതങ്ങൾ ഇത് പഠിപ്പിച്ചത്? ഉണ്ടോ, അന്ധകാരം വരുന്നത് പോലും ഒരു വിപത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇസ്തിർജാ ചെയ്തു. കണ്ടോ നിങ്ങള്? അപ്പോ ഈ 100 പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതപ്പെട്ട ഒരു പൊള്ളാണ്. ഇനിയോ ഈ വിഷയത്തിന് തന്നെ നിലനിൽപ്പില്ല. ഓരോരുത്തരും ഓരോന്ന് പറയും. ഒരാൾ 2000 കൊല്ലം എന്ന് പറയും, ഒരാൾ 10000 കൊല്ലം എന്ന് പറയും, ഒരാൾ 70000 കൊല്ലം എന്ന് പറയും, ഒരാൾ 1,00,000 കൊല്ലം എന്ന് പറയും. ആ ശീഴികളും എഴുതി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കണ്ടോ, ഇവരിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട ആശയം. എനിക്ക് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം മാത്രമല്ലല്ലോ, ലോകത്ത് അവസാനം വരെ വരുന്ന മുഴുവൻ ഔലിയാക്കളുടെയും പ്രകാശം ഏതാണ്? അതാണെന്നാണല്ലോ പറയാ അല്ലേ? അക്ബരിയ ത്വരീഖത്തിന്റെ ശൈഖായ ഫരീദ് ബാവ ഈരാറ്റുപേട്ട അദ്ദേഹം കൃത്യമായി ഇതിനെ വിശദീകരിച്ചെന്നു. എന്ത്? ആദി ഒളിവായി അത് താൻ വെളിവായി, അത് തന്നെ ആദമായി വന്ന് ളുഹൂറായി, അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന് പൂർത്തീകരിക്കാത്തതിൻ പിൻവെളിവായി പെരുത്തുലുഹൂറാത്തുകൾ വലിമാരായി.
ആദ്യം അള്ളാഹു ഒളിവായി, പിന്നത് വെളിവായി, അത് തന്നെ ആദമായി. അങ്ങനെ കഴിഞ്ഞ് അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് നബിയും അത് തന്നെ. കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ശക്തമായ ഒരു കളവ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൃത്യമായ ഒരു കളവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സമുദായത്തിൽ എന്തിന്റെ ആവശ്യമാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ്. ഇനി നിങ്ങൾ നോക്കൂ,